Hello guys, welcome back to our YouTube channel. Bye with us. അപ്പൊ ഗൈസ്, ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ ഇന്ന് നമ്മുടെ ഡിപ്പാർട്ട്മെന്റിന്റെ വക എന്തുവാണുള്ളത്, ഫുഡ് ഫെസ്റ്റ് ഉണ്ട്. പിന്നെ പൊതുവായിട്ടുള്ള ഒരു പരിപാടിയും കൂടെ ഉണ്ട്. എന്തുവാണ്? ഫിലിം ഫെസ്റ്റ്. അത് രാവിലെയും ഉണ്ട്, ഉച്ച കഴിഞ്ഞിട്ടുമുണ്ട്. രാവിലെ 2 സിനിമ അല്ലേ, ചോട്ടാ മുംബൈ, ചോക്ലേറ്റ്, പിന്നെ ഉച്ചയ്ക്ക് കഴിഞ്ഞിട്ട് കോഞ്ചിറങ്ങിയ ഈവിൾ ഡെഡ്. എനിക്ക് തോന്നുന്നു ചോട്ടാ മുംബൈയും ചോക്ലേറ്റും ഒരുമിച്ചിടുമായിരിക്കും, മറ്റേ 2 പടം ഒരുമിച്ചിടുമായിരിക്കും. അപ്പൊ നമുക്ക് ഇഷ്ടപ്പെട്ട് എടുക്കാം. പിന്നെ ഗൈസ്, ഫുഡ് ഫെസ്റ്റിന് ഇഷ്ടം പോലെ വെറൈറ്റി സാധനങ്ങളുണ്ട്. പിന്നെ നമ്മള് തിന്ന് ചാവും. പൈസയൊക്കെ നമുക്ക് ഒപ്പിക്കാം അല്ലേ? പൈസ ഇല്ല, എന്നിട്ട് എല്ലാം തിന്ന് ചാവാണ്. നമുക്ക് മേടിക്കാം. നമ്മുടെ കൊമേഴ്സ് ഡിപ്പാർട്ട്മെന്റ് ആയിട്ട് ഇച്ചിരി ഫ്രീ ആയിട്ടൊക്കെ തരാം. ഇപ്പൊ അവളുമാര് തരും, അങ്ങോട്ട് ചെന്നാൽ മതി. അതുപോലെ തന്നെ നമ്മള് വ്ലോഗ് ഒക്കെ ഇടാനൊക്കെ ആയിട്ട് കുറച്ച് ഗ്യാപ്പ് വന്നു. അപ്പൊ നമുക്ക് വീണ്ടും ഒരു വീഡിയോ ഒക്കെ എടുക്കുമ്പം ഒരു സ്റ്റാർട്ടിങ് ട്രബിൾ ഉണ്ട് ചെറുതായിട്ട്, ക്യാമറയുടെ മുമ്പിൽ നിന്ന് സംസാരിക്കുമ്പോഴൊക്കെ. പക്ഷെ നമ്മള് ഇതിടുന്നുണ്ട്, എന്താ ചാലഞ്ച് വീഡിയോ ഒക്കെ ഇടാറുണ്ട്. ഇൻസ്റ്റ ഫുൾ ആക്റ്റീവ് ആണ്, യൂട്യൂബ് ഒട്ടും ആക്റ്റീവ് അല്ല. ആക്റ്റീവ് ആക്കണം. അതുപോലെ തന്നെ നമ്മുടെ ഡിഗ്രി കഴിയാൻ ഇനി കുറച്ച് നാളും കൂടെ ഉള്ളൂ. അപ്പോഴത്തേക്ക് ഉള്ള മെമ്മറീസ് എല്ലാം നമുക്ക് ഇങ്ങനെ കളക്ട് ചെയ്ത് വെച്ചിട്ട് യൂട്യൂബിൽ ഇടണം. അതെ ഇനി ഉള്ള കാലം മൊത്തം നമുക്ക് ഇതൊക്കെ ഉള്ളൂ അല്ലേ, കാണാനും സന്തോഷിക്കാനും ഒക്കെ. ഇത് കോളേജ് ലൈഫിലെ ലാസ്റ്റ് ഓണമാണ്. 27-ാം തീയതിയാണ് ഓണപരിപാടി. നാളെ ഫ്രഷേഴ്സ് ഡേ ആണ്. ഈ ഒരാഴ്ചയും അടുത്തൊരാഴ്ചയും ഫുള്ള് പരിപാടി. തിങ്കളാഴ്ചക്ക് എന്തൊക്കെയുണ്ട്? എന്തുകൂടി തിങ്കളാഴ്ച അറിയത്തില്ല, ബാനർ വരുമ്പം അറിയാൻ പറ്റും തിങ്കളാഴ്ച എന്തുവാണെന്നുള്ളത്. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാ. അല്ല, എത്ര പെട്ടെന്ന് പോയ ലൈഫൊക്കെ പെട്ടെന്ന് പോയിക്കൊണ്ടിരിക്കുക. എനിക്ക് ഇഷ്ടമേ അല്ലായിരുന്നു. പക്ഷെ ഇപ്പം എല്ലാം നല്ല അടിപൊളിയായിട്ട് വന്നു. ജൂനിയേഴ്സ് ഒക്കെ വന്ന് പുതിയ. പക്ഷെ അറിയത്തില്ല കേട്ടോ, പിള്ളേരൊന്നും അറിയത്തില്ല. പിള്ളേരൊക്കെ ഇനി കണ്ട് പരിചയപ്പെടണം. ഇന്നലത്തെ എക്സിബിഷൻ ഇങ്ങനെയൊക്കെയുള്ള പിള്ളേരുണ്ടോ എന്നൊക്കെയുള്ള ഒരു റിയാക്ഷൻ എക്സ്പ്രഷൻ ഡിപ്പാർട്ട്മെന്റിലുള്ള പിള്ളേരെ ഒട്ടുമിക്കാരും പിന്നെ അറിയാം. നമ്മളെ ഡിപ്പാർട്ട്മെന്റിലുള്ള ആരും നമുക്കറിയത്തില്ല. അവളൊരു ജൂനിയർ ആണ്, നമ്മുടെ സെക്കൻഡ് ഇയർ കുട്ടി. ഗൈസ്, പരിപാടിയൊക്കെ ഉടനെ തുടങ്ങുന്നതായിരിക്കും. പിള്ളേരൊക്കെ വന്ന് തുടങ്ങുന്നതേ ഉള്ളൂ. സാധനങ്ങളൊന്നും പോയില്ലല്ലേ ഫുഡ് ഫെസ്റ്റിന്റെ? അവളല്ലേ പോണത്? സഫിയല്ലേ? ഗൈസ്, നമ്മൾ അറ്റൻഡൻസ് എടുക്കാനായിട്ട് പോവുകയാണ്. പറ. അതെ ഗൈസ്, നമ്മൾ 3 പേരുണ്ട്. നമ്മളെ ഡിപ്പാർട്ട്മെന്റിന്റെ പിള്ളേരുടെ ഫ്ലാഷ് മോബും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പം അതൊക്കെ ഓപ്പൺ എയർ ഓഡിറ്റോറിയത്തിലാണ് നടക്കുന്നത്. അപ്പൊ അത് കാണാനായിട്ട് നമ്മൾ പോവാണ്. അതെന്താ അമൃതയുടെ പേര് എഴുതത്തില്ലേ? സാന്ദ്ര എഴുതിയവൻ അമൃത എഴുതിയല്ലേ പറ്റൂ. അമൃതയുടെ മുത്തല്ലേ? അല്ല, എന്റെ മുത്ത. ഓ, അമൃത ഷാജി. ഓ, സെറ്റ്. നിന്റെ മുത്ത അമൃതയാണ്? അല്ല, സാന്ദ്രയുടെ മുത്ത അമൃതയാണ്. നിന്റെ മുത്ത അപ്പൊ ഞാനോ? ഇവര് ലെബനീസാണ് ഗൈസ്. ഇതാണ് നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് അല്ല, നമ്മളെ ക്ലാസ്സിന്റെ 3rd ഇയേഴ്സിന്റെ സംഭവം. പ്രവീണയാണ് ഗൈസ് ഇവിടത്തെ മുതലാളി. കുലസ്ത്രീ ഉമ്മൻസിൽ പഠിക്കുമ്പോൾ നമ്മൾ എന്താണ് സുഖം. എവിടെ പൈസ? എവിടെ? അങ്ങനെയല്ല, ഇങ്ങനെയാ. കാണിച്ച് അവക്ക് എക്സ്പീരിയൻസ് ഉണ്ട്. അതല്ല, മറ്റേ നമ്മളന്ന് ഇതിന് പോയില്ലേ, ഒരു ചിരി ഡാൻസ് കളിച്ചപ്പോ ഇങ്ങനെയാണ്. എടി, ചിരി വരുന്ന അതിനെ കുറിച്ച് ഓർമ്മിപ്പിക്കില്ല. ഞാൻ അന്ന് വായന തിരിപ്പോണ്ട് കൊറേ അല്ല, അടിപൊളി പരിപാടിയായിരുന്നു. ശരിയാ, അത് എന്ത് ചെയ്യുമ്പോ ഞാൻ ലൈഫിൽ ഇങ്ങനെ ഒരു പരിപാടിക്ക് ആദ്യമായിട്ടാ പോകുന്നത്. കൊള്ളാം, അടിപൊളിയായിരുന്നു. ഭയങ്കര എക്സ്പീരിയൻസ് അല്ലേ നമ്മൾ ഇതൊക്കെ കാണുന്നത്. കൊള്ളായിരുന്നു, നല്ലായിരുന്നു. വീട്ടുകാരുടെ റിയാക്ഷൻ എങ്ങനെയായിരുന്നു മറ്റേ ടിവിയിലെ കണ്ടപ്പോ? എന്റെ അമ്മ, അയ്യോ
അമ്മ വന്നിട്ട് എന്നെ ആദ്യമായിട്ടായിരിക്കും ഞാൻ അങ്ങനെയൊക്കെ ഒന്ന് മിണ്ടുന്ന അവര് കാണുന്നത് തന്നെ. അന്ന് ലാസ്റ്റ് നമ്മക്കല്ലേ അറിയാം നീ വായാടിയാണ്. അത് പക്ഷെ അവർക്ക് അറിയത്തില്ല ഞാൻ ഭയങ്കര ഡീസന്റ് എന്റെ വീട്ടില്. ആർക്കും അറിയത്തില്ല എനിക്ക് ഇങ്ങനെ ഒരു സ്വഭാവമുള്ള. നിന്റെ വീട്ടിലാ എല്ലാരും ഹാപ്പിയായി. ടിവിയിലൂടെ ഫസ്റ്റ് ആദ്യമായിട്ടല്ലേ കാണുന്നത്. നമ്മളെ പിന്നെ കൊറേ വട്ടം കണ്ടിട്ടുണ്ടല്ലേ. സാന്ദ്രയുടെ വീട്ടിലടി അമ്മ കണ്ടുപോയില്ലെന്ന് തോന്നുന്നു ഷോ കണ്ടില്ലേ. അതുപോലെ തന്നെ നമ്മുടെ അടുത്ത് ഒരുപാട് പേര് നമ്മുടെ ഷോയുടെ ലിങ്ക് ഒക്കെ ചോദിച്ച്, പക്ഷേ നമുക്ക് യൂട്യൂബിൽ അത് ഇതുവരെ വന്നിട്ടില്ല, അപ്ലോഡ് ചെയ്തിട്ടില്ല അവര്. നമ്മുടെ ആപ്പ് ഉണ്ടല്ലോ, മറ്റേ മനോരമ മാക്സ് ആപ്പിലാണ് നമ്മുടെ ആ ഒരു വീഡിയോ ഉള്ളത്. എല്ലാരും കയറി കാണണം. ഫ്രീ ആണ്. ഫ്രീ ആണ്, ഡൗൺലോഡ് ചെയ്യേണ്ട. 681 എപ്പിസോഡാണ് നമ്മുടേത്. എല്ലാരും കയറി കാണണം. കാണാത്തവർ ഇനിയും ഉണ്ട്, ചോദിക്കുന്നവരുണ്ട്, അവരുടെ അടുത്ത് എല്ലാം ഉള്ള അഭിപ്രായമാണിത്. നമ്മൾ അനാഥരാണ്, ഗുണ്ടകളല്ല. നമ്മൾ ക്യാൻറ്റീനിലോട്ട് വന്നു. ഞാനൊന്നും അല്ല, ചുമ്മാ ഇരിക്കും. തിന്നില്ലേ? ഫിലിം ഫെസ്റ്റിന് കയറാൻ പറ്റിയില്ല, ഭയങ്കര തള്ളും, ടിക്കറ്റും കിട്ടിയില്ല. ഹലോ ഗൈസ്, സുഖമാണോ എല്ലാവർക്കും? ഫെസ്റ്റ് ആണ് ഗൈസ് ഞങ്ങളുടെ കോളേജിൽ ഇന്ന്. ഗൈസ് സമോസ മേടിച്ചു. നിങ്ങളുടെ മെനു എന്തൊക്കെയാ? നമ്മൾ ഉണ്ടാക്കാൻ പോണത് കൊറിയൻ സ്പൈസി നൂഡിൽസ് ഉണ്ട്, സാധാ നൂഡിൽസ് ഉണ്ട്, പിന്നെ വേറെ എന്തോ കൊറിയന്റെ സാധനം ഉണ്ട്. എന്തായാലും സ്പൈസ് ആണ് സംഭവം. വിറ്റ് പോയാ പോകും. നമ്മൾ കഴിക്കും. നമ്മൾ ഉച്ചയ്ക്ക് ചോർന്നും കൊണ്ടുവന്നിട്ടില്ല, നമുക്ക് കഴിക്കാൻ വേണ്ടി. ഇത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഗെയിം കളിക്കാനുള്ള അവസരം ഞങ്ങൾ ഒരുക്കുന്നുണ്ട്. പാട്ടുണ്ട്, പ്ലസ് ആര് പാടും? ആ പാട്ട് ഞാനും കൂടെ പാടുന്നുണ്ട്. ഇല്ല ഒരു ഇറങ്ങും. പാറയല്ലേ? നീ എവിടെ പോയിരുന്നു സാന്ദ്രേ? ഞാൻ ഇവിടെ നുണയടിക്കാൻ പോയി. നമുക്ക് പാട്ട് നീ എന്തിനു നുണയടിക്കാൻ പോയി? നീ എന്നെ കുറിച്ച് ആലോചിച്ചോ? നീ അവിടെ നുണയടിക്കും. ഞാനിവിടെ തേരാപ്പാര നിന്റെ ഷാളും നോക്കി നടന്നു. കിട്ടിയാ? കിട്ടി, സാധനം കിട്ടി. ഗൈസ് നമ്മൾ ലോഡഡ് ഫ്രൈസ് ഓർഡർ ചെയ്തു. പക്ഷെ ഓർഡറെല്ലാം മേടിച്ചു. ഗൈസ് നമ്മുടെ പിള്ളേരുടെ നൂഡിൽസിനോട് നല്ല തിരക്കൊക്കെ ആയി. ഇതും നമ്മുടെ പിള്ളേരാണ്, 3rd years ആണ് ഇവര്. ഐസ്ക്രീം പാനിപ്പൂരി ആണ് കൊടുക്കുന്നത്.
അങ്ങോട്ട് ഇടങ്ങോട്ട്. നമ്മൾ ബാഡ് റിവ്യൂ കൊടുക്കും. ഭീഷണിയാ. അങ്ങോട്ട് വാരി പിടിച്ച് ഇടങ്ങോട്ട്. ഇങ്ങനെയുണ്ട് സാന്ദ്രി. എത്രയാ പ്രവീണേ? നല്ലൊരു പ്രവീണ തിപ്പാനായ നമ്മളെ സാധാ നൂഡിൽസിന് 20 രൂപ. ഇതിന് എഗ്ഗും ചീസും വേണമെങ്കിൽ 5 രൂപ കൂട്ടി 30 രൂപ. അതുപോലെ ബാക്കി എല്ലാത്തിനും 30 രൂപ 70 രൂപ. മറ്റേ 5 70. എന്തോ 70. ഇത് നല്ല സ്പൈസിയാണ്. തോനെ തെറ്റയില്ല, കുറച്ചേ ഉള്ളൂ. ഗൈസ് അങ്ങനെ കൊറേ നേരം കാത്തിരുന്ന് അവസാനം നമുക്ക് നമ്മളെ കൊറിയൻ സ്പൈസി നൂഡിൽസ് കയ്യിലോട്ട് കിട്ടി. കഴിക്കണ്ടേ സാന്ദ്രി? വേണ്ടേ സാന്ദ്രി? പേടിയാണ്. നമ്മള് മാത്രമേ ഇത് ഓർഡർ ചെയ്തോളായിരുന്നു. ഗൈസ് ഇനി നമ്മളെ ഡിപ്പാർട്ട്മെന്റിന് പകരം ഫ്ലാഷ് മോബും കൂടെ ഉണ്ട്. അതും കൂടെ കഴിഞ്ഞാൽ പരിപാടി തീർന്നു കിട്ടും. ഇവിടെ സ്പീക്കറും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തോണ്ടിരിക്കുക അവര്. അപ്പൊ ഗൈസ് ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. അടുത്ത വീഡിയോയുമായി നമ്മൾ ഉടനെ വരുന്നതായിരിക്കും. അപ്പൊ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ.